First question, who is known as father of antiseptic surgery? Antiseptic surgery father ആരാണ്? Answer options. Option A, Joseph Lister. Option B, Edward Jenner. Option C, Paul Ehrlich. Option C, Ignaz Semmelweis. Correct answer, option A, Joseph Lister ആണ്. ഇനി നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട്, എഡ്വേർഡ് ജെന്നർ. എഡ്വേർഡ് ജെന്നർ ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി ആണ്. ഓപ്ഷൻ സി ആണ് പോൾ എൽറിച്ച്, അദ്ദേഹം ഫാദർ ഓഫ് കീമോതെറാപ്പി ആണ്. ലാസ്റ്റ് ഓപ്ഷൻ ആണ് ഇഗ്നാസ് സെമൽവൈസ്, അദ്ദേഹം സേവിയർ ഓഫ് മദർ, അതായത് അദ്ദേഹം ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു. ആന്റിസെപ്റ്റിക് പ്രൊസീജിയർ എങ്ങനെയാണ് പ്രഗ്നൻസി ആ ടൈം അല്ലെങ്കിൽ പ്രസവത്തിന്റെ നേരത്തൊക്കെ ഉപയോഗിക്കുക, അതിന്റെ കറക്റ്റ് പ്രോട്ടോകോള് ഓപ്പറേഷനുമായിട്ട്, പ്രസവ ഓപ്പറേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളത് ഇഗ്നാസ് സെമൽവൈസ് ആണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സേവിയർ ഓഫ് മദർ എന്ന് വിളിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഗ്ലാസ് വയർ യൂസ് ടു മെഷർ 24-hour urine volume is a. Answer options. Option A, volumetric flask. Option B, graduated cylinder. Option C, safety bulb. Option D, beaker. Correct answer, option B, graduated cylinder. Third question, glassware used to make 100 ml of 12% solution is a. Answer options. Option A, volumetric flask. Option B, graduated cylinder. Option C, safety bulb. Option D, beaker. Correct answer, option A, volumetric flask. Fourth question, a suction device used to draw up liquid is a. Answer options. Option A, volumetric flask. Option B, graduated cylinder. Option C, safety bulb. Option D, beaker. Correct answer, safety bulb. അതായത് ഏതെങ്കിലും സൊല്യൂഷൻ നമുക്ക് പിപ്പറ്റ് ഉപയോഗിച്ചിട്ട് സക്ക് ചെയ്തിട്ട് എടുക്കാനായിട്ട്, മൗത്ത് പിപ്പറ്റിംഗ് പറ്റില്ലല്ലോ, അതുകൊണ്ട് കെമിക്കൽസിനൊക്കെ, അതുകൊണ്ടാണ് ഈ സേഫ്റ്റി ബൾബ് യൂസ് ചെയ്യുന്നത്. ഫിഫ്ത് ക്വസ്റ്റ്യൻ, ദ പോർഷൻ വിത്ത് എ ബൾജ്ഡ് ഔട്ട് പോർഷൻ ഇൻ ദ മിഡിൽ ഈസ് എ. ചില പിപ്പറ്റിലെ ഒരു ബൾജ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട് പോർഷൻ കാണും, അത്തരം പിപ്പറ്റുകൾ പറയുന്ന പേരെന്താണ്? ആൻസർ ഓപ്ഷൻസ്. ഓപ്ഷൻ എ, പാസ്ചർ പിപ്പറ്റ്. ഓപ്ഷൻ ബി, സെറോളജിക്കൽ പിപ്പറ്റ്. ഓപ്ഷൻ സി, വോളിമെട്രിക് പിപ്പറ്റ്. ഓപ്ഷൻ ഡി, മൈക്രോ പിപ്പറ്റ്. കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി, വോളിമെട്രിക് പിപ്പറ്റ്. സിക്സ്ത് ക്വസ്റ്റ്യൻ, the durable material used to make heat resistant glassware. ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഗ്ലാസ് വെയർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണ്? ആൻസർ ഓപ്ഷൻസ്. ഓപ്ഷൻ എ, സോഡ ലൈം. ഓപ്ഷൻ ബി, പോളിസ്റ്റർ. ഓപ്ഷൻ സി, ബോറോസിലിക്കേറ്റ്. ഓപ്ഷൻ ഡി, പോളിവിനൈൽ ക്ലോറൈഡ്. കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി, ബോറോസിലിക്കേറ്റ്. സെവൻത് ക്വസ്റ്റ്യൻ, the destruction of all microorganisms including spore is called. Answer options. Option A, sanitization. Option B, antisepsis. Option C, sterilization. Option D, disinfection. Correct answer, option C, sterilization ആണ്. വെജിറ്റേറ്റീവ് നോൺ വെജിറ്റേറ്റീവ് ഫോമിലുള്ള എല്ലാ മൈക്രോ ഓർഗാനിസത്തിനെയും നമ്മൾ സ്റ്റെറിലൈസേഷൻ വെച്ചിട്ട് കില്ല് ചെയ്ത് നശിപ്പിക്കും. സ്റ്റെറിലൈസേഷന് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഓട്ടോക്ലേവ്. ഓട്ടോക്ലേവിൽ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത് 121 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. എയ്ത്ത് ക്വസ്റ്റ്യൻ, സെൽ ഇൻ എ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ വിൽ. ആൻസർ ഓപ്ഷൻസ്. ഓപ്ഷൻ എ, swell and burst. Option B, dehydrate. Option C, not be affected. Option D, stop mitosis. Correct answer, option B, dehydrate. Ninth question, the solution to fix a pap smear is. Answer options. Option A, hematoxylin. Option B, physiological saline. Option C, cytospray. Option D, methylene blue. Correct answer, option C, cytospray. 10th question, blood of an RBC count must be prepared from. Answer options. Option A,
EDTA blood. Option B, citrate blood. Option C, heparinase blood. Option D, oxalated blood. Correct answer option A, EDTA blood. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.